ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് 10ാം ക്ലാസ് ബേസായുള്ള എക്സാമുമായി ബന്ധപ്പെട്ട് മുൻവർഷ ചോദ്യപേപ്പറാണ്. ഇത് LDC 2011 തിരുവനന്തപുരം ജില്ലയിൽ ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. ഗാന്ധി ബോർഡ് LDCയുടെ ഹാൾ ടിക്കറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഡൗൺലോഡ് ചെയ്യാത്തവർ ഡൗൺലോഡ് ചെയ്യുക. ഒഴിവുകൾ കുറവാണെന്ന് കരുതി ആരും ഈ എക്സാമിനെ കുറച്ച് കണ്ട. നമ്മൾ വരാൻ പോകുന്ന വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ അതുപോലെ തന്നെ LDC ഈ പരീക്ഷയൊക്കെ മുൻനിർത്തി വേണം ഈ എക്സാം എഴുതാൻ വേണ്ടി. എക്സാം എഴുതാത്തവർ അതിൻ്റെ ക്വസ്റ്റനെങ്കിലും ഒന്ന് നോക്കുക. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ രൂപീകൃതമായ വർഷം ഏത്? 1866. 1866 ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ രൂപീകൃതമായ വർഷം. ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാൻ നടത്തിയ സൈനിക നീക്കമാണ് ഡാഷ്. ഓപ്പറേഷൻ പോളോ. ഓപ്പറേഷൻ പോളോ ആണ് ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാൻ നടത്തിയ സൈനിക നീക്കം. ഓപ്പറേഷൻ പോളോ നടന്നത് 1948 സെപ്റ്റംബർ 13 മുതൽ സെപ്റ്റംബർ 18 വരെയാണ്. 1948 സെപ്റ്റംബർ 13 മുതൽ സെപ്റ്റംബർ 18 വരെയാണ് ഓപ്പറേഷൻ പോളോ നടന്നത്. 1961 പോർച്ചുഗീസുകാരിൽ നിന്ന് ഗോവ വിമോചിപ്പിക്കുന്നതിനായി നടത്തിയ സൈനിക നീക്കവും 1999 കാർഗിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് നടത്തിയ സൈനിക നീക്കവും അറിയപ്പെടുന്നത് ഓപ്പറേഷൻ വിജയ് എന്ന പേരിലാണ്. 1961 പോർച്ചുഗീസുകാരിൽ നിന്ന് ഗോവ മോചിപ്പിക്കുന്നതിനായി നടത്തിയ സൈനിക നീക്കവും 1999 കാർഗിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് നടത്തിയ സൈനിക നീക്കവും അറിയപ്പെടുന്നത് ഓപ്പറേഷൻ വിജയ് എന്നാണ്. ഐക്യരാഷ്ട്രസഭ അന്തർദേശീയ ജൈവ വൈവിധ്യ വർഷമായി ആചരിക്കുന്നതെന്ന്? 2010. 2010 ഐക്യരാഷ്ട്രസഭ അന്തർദേശീയ ജൈവ വൈവിധ്യ വർഷമായി ആചരിച്ചത്. UN അന്താരാഷ്ട്ര വർഷങ്ങൾ ആചരിച്ചു തുടങ്ങിയത് 1967 മുതലാണ്. അദ്വൈത ചിന്താ പദ്ധതി എന്ന കൃതിയുടെ കർത്താവാരെ? ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളാണ് അദ്വൈത ചിന്താ പദ്ധതി എന്ന കൃതിയുടെ കർത്താവ്. അദ്വൈത ദർശനത്തിൻ്റെ പ്രചാരകനായിരുന്നു ചട്ടമ്പി സ്വാമികൾ. അദ്വൈത ദർശനത്തിൻ്റെ പ്രചാരകനായിരുന്നു ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികൾ സമാധിയായത് 1924 മെയ് 5-നാണ്. 1924 മെയ് 5-നാണ് ചട്ടമ്പി സ്വാമികൾ സമാധിയായത്. ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലം പന്മനയാണ്. കൊല്ലം ജില്ലയിലെ പന്മനയാണ് ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലം. ചട്ടമ്പി സ്വാമികളുടെ ജീവചരിത്രം ചട്ടമ്പി സ്വാമികൾ ജീവിതവും കൃതികളും രചിച്ചത് ഡോക്ടർ കെ മഹേശ്വരൻ നായരാണ്. ഡോക്ടർ കെ മഹേശ്വരൻ നായരാണ് ചട്ടമ്പി സ്വാമികളുടെ ജീവചരിത്രം രചിച്ചത്. ഇതിൻ്റെ പേര് ചട്ടമ്പി സ്വാമികൾ ജീവിതവും കൃതികളും എന്നായിരുന്നു. ചട്ടമ്പി സ്വാമികളുടെ ജീവിതം 5 ഭാഗങ്ങളാക്കി AV ശങ്കരൻ എഴുതിയ കാവ്യമാണ് ഭട്ടാരകപ്പാന വിദ്യാധിരാജ ഭാഗവതം. ഭട്ടാരകപ്പാന വിദ്യാധിരാജ ഭാഗവതം എന്നത് ചട്ടമ്പി സ്വാമികളുടെ ജീവിതം 5 ഭാഗങ്ങളാക്കി AV ശങ്കരൻ എഴുതിയ കാവ്യമാണ്. ഇന്ത്യൻ മാക്യവെല്ലി എന്നറിയപ്പെടുന്നത് ആരെ? വിഷ്ണുഗുപ്തൻ. വിഷ്ണുഗുപ്തനാണ് ഇന്ത്യൻ മാക്യവെല്ലി എന്ന പേരിൽ അറിയപ്പെടുന്നത്. നന്ദവംശത്തെ പരാജയപ്പെടുത്തി മൗര്യ സാമ്രാജ്യം സ്ഥാപിക്കുവാൻ ചന്ദ്രഗുപ്ത മൗര്യനെ സഹായിച്ച ബ്രാഹ്മണനാണ് വിഷ്ണുഗുപ്തൻ. നന്ദവംശത്തെ പരാജയപ്പെടുത്തി മൗര്യ സാമ്രാജ്യം സ്ഥാപിക്കാൻ ചന്ദ്രഗുപ്ത മൗര്യനെ സഹായിച്ച ബ്രാഹ്മണനാണ് വിഷ്ണുഗുപ്തൻ. വിഷ്ണുഗുപ്തൻ അറിയപ്പെടുന്നത് ചാണക്യൻ, കൗടില്യൻ എന്നൊക്കെ പേരുകളിലാണ്. ചാണക്യൻ, കൗടില്യൻ എന്നീ പേരുകളിലാണ് വിഷ്ണുഗുപ്തൻ അറിയപ്പെടുന്നത്. അർത്ഥശാസ്ത്രം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ശ്യാമശാസ്ത്രിയാണ്. നന്ദന്മാരെ പരാജയപ്പെടുത്താൻ ചാണക്യൻ പ്രയോഗിച്ച ഗൂഢതന്ത്രങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വിശാഖദത്തൻ്റെ കൃതിയാണ് മുദ്രാരാക്ഷസം. വിശാഖദത്തൻ്റെ കൃതിയാണ് മുദ്രാരാക്ഷസം. ശാശ്വത സമാധാനം സാധ്യമല്ല, ദുഷ്ടനായ മകൻ ഒന്നേ ഉള്ളൂവെങ്കിലും രാജാവാക്കരുത് എന്നീ വാക്കുകൾ ചാണക്യൻ്റേതാണ്. ശാശ്വത സമാധാനം സാധ്യമല്ല, ദുഷ്ടനായ മകൻ ഒന്നേ ഉള്ളൂവെങ്കിലും രാജാവാക്കരുത് എന്നീ വാക്കുകൾ ചാണക്യൻ്റേതാണ്. വടക്കേ ഇന്ത്യ ഭരിച്ച അവസാനത്തെ ഹിന്ദു രാജാവാണ് ഹർഷവർദ്ധനൻ. വടക്കേ ഇന്ത്യ ഭരിച്ച അവസാനത്തെ ഹിന്ദു രാജാവ് ഹർഷവർദ്ധനാണ്. കുശാന വംശത്തിലെ പ്രധാന രാജാവായ കനിഷ്കന്റെ സദസ്സിലെ ബുദ്ധമത പണ്ഡിതനാണ് അശ്വഘോഷൻ. അശ്വഘോഷൻ കുശാന വംശത്തിലെ പ്രധാന രാജാവായിരുന്ന കനിഷ്കന്റെ സദസ്സിലെ ബുദ്ധമത പണ്ഡിതനാണ്. ഗുപ്ത സാമ്രാജ്യത്തിലെ ചന്ദ്രഗുപ്ത വിക്രമാദിത്യന്റെ സദസ്സിലെ
നവരത്നങ്ങൾ എന്ന പണ്ഡിത ശ്രേഷ്ഠന്മാരിൽ ഒരാളാണ് വരരുചി. വരരുചി ഗുപ്ത സാമ്രാജ്യത്തിലെ ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ്റെ സദസ്സിലെ നവരത്നങ്ങൾ എന്ന പണ്ഡിത ശ്രേഷ്ഠന്മാരിൽ ഒരാളാണ്. യമുന നദി ഗംഗയുമായി ചേരുന്നത് എവിടെ വെച്ചാണ്? അലഹബാദ്. അലഹബാദിൽ വെച്ചിട്ടാണ് യമുന നദി ഗംഗയുമായി ചേരുന്നത്. ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെട്ട നദിയാണ് ഗംഗ. കേരള പഞ്ചായത്ത് രാജ് നിയമം പാസാക്കിയ വർഷം 1994. 1994 കേരള പഞ്ചായത്ത് രാജ് നിയമം പാസാക്കിയത്. 1994 ഏപ്രിൽ 23 കേരള പഞ്ചായത്ത് രാജ് നിയമം പാസാക്കിയത്. 1994 ഏപ്രിൽ 23. പഞ്ചായത്ത് രാജ് ബിൽ ആദ്യമായി പാർലമെന്റിൽ അവതരിപ്പിച്ചത് രാജീവ് ഗാന്ധിയാണ്. രാജീവ് ഗാന്ധി. ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നത് 1993. 1993 ഏപ്രിൽ 24 ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്നത്. ഇത് നരസിംഹറാവുവിൻ്റെ കാലത്തായിരുന്നു. ആദ്യ കേരള നിയമസഭയിലെ വനിതാ അംഗങ്ങളുടെ എണ്ണം എത്ര? 6. ആദ്യ കേരള നിയമസഭയിലെ വനിതാ അംഗങ്ങളുടെ എണ്ണം 6 കെ.ഒ. ആയിഷബായ്, കെ.ആർ. ഗൗരിയമ്മ, റോസമ്മ പുനോസ്, കുസുമൻ ജോസഫ്, ഒ.ടി. ശാരദാകൃഷ്ണൻ, ലീല ദാമോദര മേനോൻ എന്നിവരായിരുന്നു ആ 6 പേർ. കെ.ഒ. ആയിഷബായ്, കെ.ആർ. ഗൗരിയമ്മ, റോസമ്മ പുനൂസ്, കുസുമൻ ജോസഫ്, ഒ.ടി. ശാരദാകൃഷ്ണൻ, ലീല ദാമോദര മേനോൻ എന്നിവരായിരുന്നു ആ 6 പേർ. കേരള നിയമസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്ത ആദ്യ വ്യക്തി റോസമ്മ പുനൂസാണ്. റോസമ്മ പുനൂസാണ് കേരള നിയമസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്ത ആദ്യ വ്യക്തി. കേരള നിയമസഭയിലെ ആദ്യ വനിതാ മന്ത്രി കെ.ആർ. ഗൗരിയമ്മയാണ്. റവന്യൂ എക്സൈസ് വകുപ്പ് മന്ത്രിയായിരുന്ന കെ.ആർ. ഗൗരിയമ്മയാണ് കേരള നിയമസഭയിലെ ആദ്യ വനിതാ മന്ത്രി. 3ാം നിയമസഭയിലാണ് ഏറ്റവും കുറവ് വനിതാ പ്രാതിനിധ്യം ഉണ്ടായിരുന്നത്. കെ.ആർ. ഗൗരിയമ്മ മാത്രമായിരുന്നു 3ാം നിയമസഭയിൽ വനിതകളായിട്ടുണ്ടായിരുന്നത്. ഇന്ത്യയിലെ ആദ്യ വനിതാ ജനപ്രതിനിധി മേരി പുന്നൻ ലൂക്കോസാണ്. ഇന്ത്യയിലെ ആദ്യ വനിതാ ജനപ്രതിനിധി മേരി പുന്നൻ ലൂക്കോസാണ്. കേരളത്തിൽ നിന്ന് പാർലമെന്റ് അംഗമായ ആദ്യ വനിത ആനി മസ്ക്രീനാണ്. കേരളത്തിലെ ആദ്യത്തെ വനിതാ ഡെപ്യൂട്ടി സ്പീക്കർ കെ.ഒ. ആയിഷബായി ആണ്. കെ.ഒ. ആയിഷബായി. സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും അധികം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം ഏത്? അന്റാർട്ടിക്ക. അന്റാർട്ടിക്കയാണ് സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും അധികം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം. ഇന്ത്യയുടെ ദക്ഷിണ ധ്രുവം അന്റാർട്ടിക്ക ഭൂഖണ്ഡത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ ദക്ഷിണ ധ്രുവം. അന്റാർട്ടിക്കയിൽ ആദ്യമായി കാലുകുത്തിയത് ജോൺ ഡേവിസും ജോൺ മക്പോലറുമാണ്. ജോൺ ഡേവിസും ജോൺ മക്പോലറുമാണ് അന്റാർട്ടിക്കയിൽ ആദ്യമായി കാലുകുത്തിയത്. ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമെത്തിയത് ആമുണ്ട്സനാണ്. 1911 ഡിസംബർ 4. 1911 ഡിസംബർ 4 ആമുണ്ട്സനാണ് ദക്ഷിണ ധ്രുവത്തിൽ ആദ്യം എത്തിയത്. അന്റാർട്ടിക്കയിലെ മഞ്ഞുമലകൾ പിറവിയെടുക്കുന്ന പ്രക്രിയ കാവിംഗ് എന്നറിയപ്പെടുന്നു. അന്റാർട്ടിക്കയിലെ ഉയർന്ന കൊടുമുടി വിൻസൺ മാസിഫാണ്. വിൻസൺ മാസിഫാണ് അന്റാർട്ടിക്കയിലെ ഉയർന്ന കൊടുമുടി. അന്റാർട്ടിക്കയിലെ ഏക സജീവ അഗ്നിപർവ്വതം മൗണ്ട് എറിബസ് ആണ്. മൗണ്ട് എറിബസ് ആണ് അന്റാർട്ടിക്കയിലെ ഏക സജീവ അഗ്നിപർവ്വതം. അന്റാർട്ടിക് വൃത്തം എന്നറിയപ്പെടുന്ന അക്ഷാംശരേഖ 66 ഡിഗ്രി ദക്ഷിണ അക്ഷാംശമാണ്. അന്റാർട്ടിക് വൃത്തം എന്നറിയപ്പെടുന്ന അക്ഷാംശരേഖ 66 ഡിഗ്രി ദക്ഷിണ അക്ഷാംശമാണ്. സംയോജിത ശിശു വികസന പദ്ധതി ICDS നിലവിൽ വന്നത് എന്ന്? 1975 ഒക്ടോബർ 2. 1975 ഒക്ടോബർ 2 സംയോജിത ശിശു വികസന പദ്ധതി നിലവിൽ വന്നത്. ICDSന്റെ ഗുണഭോക്താക്കൾ 6 വയസ്സിന് താഴെയുള്ള കുട്ടികളും 15 മുതൽ 44 വയസ്സിനിടയിൽ പ്രായമുള്ള സ്ത്രീകളുമാണ്. കേന്ദ്ര സാമൂഹ്യക്ഷേമ വകുപ്പിന് കീഴിലാണ് ICDS പദ്ധതികൾ നടക്കുന്നത്. 5ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ശിശുക്ഷേമത്തിനായി ICDS പദ്ധതി നിർദ്ദേശിച്ചത്. ഓരോ ICDS പ്രൊജക്റ്റിൻ്റെയും തലവൻ CDPO ചൈൽഡ് ഡെവലപ്മെൻറ്റ് പ്രൊജക്ട് ഓഫീസർ ആയിരിക്കും. ICDSന്റെ താഴെ തട്ടിലുള്ള പ്രധാന പ്രവർത്തന കേന്ദ്രമാണ് അംഗൻവാടി. ഇത് ഈ അടുത്ത് നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റൻ ആയിരുന്നു. ICDSന്റെ താഴെ തട്ടിലുള്ള പ്രധാന പ്രവർത്തന കേന്ദ്രമാണ് അംഗൻവാടി. ഓരോ ICDS പ്രൊജക്റ്റും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. ഓരോ ICDS പ്രൊജക്റ്റും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്.
നഗരപ്രദേശങ്ങളിലെ ദരിദ്ര പെൺകുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകുന്നതിനുള്ള പദ്ധതിയായ പ്രതിഭ കിരൺ യോജന നടപ്പിലാക്കിയ സംസ്ഥാനം ഏത്? മധ്യപ്രദേശ്. മധ്യപ്രദേശാണ് നഗരപ്രദേശങ്ങളിലെ ദരിദ്ര പെൺകുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകുന്നതിനുള്ള പദ്ധതിയായ പ്രതിഭ കിരൺ യോജന നടപ്പിലാക്കിയ സംസ്ഥാനം. ത്രിതല പഞ്ചായത്ത് സംവിധാനത്തെക്കുറിച്ച് ശുപാർശ നൽകിയത് ആരുടെ നേതൃത്വത്തിലുള്ള സമിതിയായിരുന്നു? ബൽവന്ത് റായ് മേത്ത. ത്രിതല പഞ്ചായത്ത് സംവിധാനത്തെക്കുറിച്ച് ശുപാർശ നൽകിയത് ബൽവന്ത് റായ് മേത്തയുടെ നേതൃത്വത്തിലുള്ള സമിതിയായിരുന്നു. ഗ്രാമപഞ്ചായത്തിന്റെ അടിസ്ഥാന ഘടകമാണ് ഗ്രാമസഭ. ഗ്രാമപഞ്ചായത്തിന്റെ അടിസ്ഥാന ഘടകം ഗ്രാമസഭയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരിൽ നിന്നും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഗ്രാന്റാണ് ബ്ലോക്ക് പഞ്ചായത്തുകളുടെ പ്രധാന വരുമാന മാർഗം. ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണത്തിന്റെ പിതാവ് റിപ്പൺ പ്രഭുവാണ്. ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണത്തിന്റെ പിതാവ് റിപ്പൺ പ്രഭുവാണ്. താഴെ പറയുന്നവൽ ഏത് സംസ്ഥാനത്താണ് പഞ്ചായത്ത് രാജിനെ സംബന്ധിച്ചുള്ള 73-ാം ഭരണഘടനാ ഭേദഗതി പ്രാബല്യത്തിൽ ഇല്ലാത്തത്? മിസോറാം. മിസോറാമിലാണ് പഞ്ചായത്ത് രാജിനെ സംബന്ധിച്ചുള്ള 73-ാം ഭരണഘടനാ ഭേദഗതി പ്രാബല്യത്തിൽ ഇല്ലാത്തത്. പഞ്ചായത്ത് രാജിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പട്ടിക 11-ാം പട്ടികയാണ്. 11-ാം പട്ടിക. പഞ്ചായത്ത് രാജിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് 243 A മുതൽ G വരെയാണ്. വകുപ്പ് 243 A മുതൽ G വരെ. വ്യവസായങ്ങളില്ലാത്ത നാട് എന്നറിയപ്പെടുന്നത് മിസോറാമാണ്. ഗ്രാമീണ റിപ്പബ്ലിക്കുകളുടെ കൂട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം നാഗാലാൻഡാണ്. നാഗാലാൻഡാണ് ഗ്രാമീണ റിപ്പബ്ലിക്കുകളുടെ കൂട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം. ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായിട്ടുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനവും നാഗാലാൻഡാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളായ മൗസിൻഡാം, ചിറാപുഞ്ചി എന്നിവ മേഘാലയയിലാണ്. കിഴക്കിൻ്റെ സ്കോട്ട്ലൻഡ് എന്നറിയപ്പെടുന്ന ഷില്ലോങ് മേഘാലയയുടെ തലസ്ഥാനമാണ്. കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷനിൽ എത്ര അംഗങ്ങൾ ഉണ്ട്? 5. കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷനിൽ 5 അംഗങ്ങൾ ഉണ്ട്. പട്ടികവർഗക്കാർക്ക് വേണ്ടിയുള്ള പ്രത്യേക ദേശീയ കമ്മീഷൻ രൂപീകരിച്ചത് എത്രാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 89. പട്ടികവർഗക്കാർക്ക് വേണ്ടിയുള്ള പ്രത്യേക ദേശീയ കമ്മീഷൻ രൂപീകരിച്ചത് 89-ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്.